ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു കിഡിലം പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 പാക്കറ്റ് മിൽക്ക് ബിക്കീസിൻ്റെ ബിസ്ക്കറ്റാണ്. ചെറിയ പാക്കറ്റാണ്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള പാല്, 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ചൂട് പാൽ തന്നെ ചേർക്കുക, എന്നാലേ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റൂ. ഓരോ ബിസ്ക്കറ്റ് അനുസരിച്ചിട്ട് പാലിൻ്റെ അളവിൽ വ്യത്യാസം വരും. നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ചെയ്തെടുക്കാൻ, അധികം ലൂസായി പോകരുത്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അത് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 20-25 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്യാൻ. ഫ്ലെയിം അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വ്യത്യാസം വരും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കൊരു 25 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയ ശേഷം ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അധികം വലുപ്പത്തിൽ വേണ്ട, ചെറിയ ചെറിയ പീസ് മതി. എന്നാലേ പുഡിങ്ങിൽ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. ഞാനിത് മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാൻ വെച്ച് അതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 3/4 ടിന്ന് മിൽക്ക് മെയ്ഡ് വേണ്ടത്. മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾക്ക് പഞ്ചസാരയും യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാര ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. കാരണം ആ ഒരു ക്രീമി ടെക്സ്ചർ നമുക്ക് വരണമെങ്കിൽ ഒരല്പം ടൈം എടുക്കും പഞ്ചസാര ചേർക്കുമ്പോൾ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് പാലിൽ ഒഴിച്ചു കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. നിങ്ങൾക്ക് ഈ സ്റ്റീൽ പാത്രത്തിന് പകരം നോൺ സ്റ്റിക്ക് പാനാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അടിക്ക് പിടിക്കുന്ന പ്രശ്നവും വരില്ല. ഇത് നന്നായിട്ട് ബോയിലായി തുടങ്ങുമ്പോൾ ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക. അങ്ങനെ കുറച്ച് ടൈം ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിവിടെ ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, ഒരല്പം മാറ്റി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചെറിയും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളെ താല്പര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ചെറിയൊക്കെ ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ട് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരല്പം കേക്കും കൂടെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. ഇനി ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഹോൾ നൈറ്റാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ക്രീമി ടെക്സ്ചറിലാണ് കിട്ടുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ പുഡിംഗ് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്